ഹലോ, എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനീ പോകുന്ന യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇയാൾ കുറേ നാളായി എന്നോടൊരു കാര്യം പറയുന്നു. ഇന്നാന്ന് അങ്ങ് സാധിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ലൊക്കേഷൻ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എങ്ങോട്ടായിരിക്കും യാത്രയെന്ന്? വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ബോട്ടൊക്കെ കയറി അമ്പലത്തിലെത്തി, പൂവൊക്കെ വാങ്ങിച്ചു, അമ്പലത്തിലേക്ക് ഇങ്ങനെ പോവാണ്. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും എപ്പോഴും അമ്പലത്തിലാണല്ലോ എന്നല്ലേ, എൻ്റെ വീഡിയോസ് ഫുള്ളും അമ്പലം ബേസ്ഡ് ആണെന്ന്. ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോകുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതിട്ട് പിന്നെ അടുത്ത ചടങ്ങ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചെന്നാലും ഇന്ത്യൻ കോഫി ഹൗസ് തപ്പി പിടിച്ച് കയറുക എന്നുള്ളതൊരു ഹോബി കൂടി ആക്കി വെച്ചിരിക്കുകയാണ്. കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഒരു മസാല ദോശ പറഞ്ഞു. മെയിനായിട്ടും ഇതിൻ്റെ അകത്തെ ബീട്രൂട്ട് ഗ്രേവിയുള്ള മസാലയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചിതാ ബോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. പുള്ളിക്കാരി വൈക്കത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ വൈക്കം ബീച്ച് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതുകൂടി അങ്ങ് കാണിച്ചേക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ വൈക്കം ബീച്ചൊക്കെ വന്ന് പോയി കണ്ട് അവിടെ ഇരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പതുക്കെ ഞങ്ങളുടെ ബോട്ട് വന്നു. അതിൽ കയറി തിരിച്ച് ഞങ്ങൾ പോന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതിയാവും ഇക്കരെ എത്താനായിട്ട്. ബസ്സിനേക്കാളും കൂടുതലും എനിക്കിഷ്ടം ഇങ്ങനെ ബോട്ടിൽ പോകുന്നതാണ്. 2 വീലർ ഉണ്ടെങ്കിലും 2 വീലർ പോകുന്നതിനേക്കാളും നല്ലത് ബോട്ടിലെ യാത്ര തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.